ഏവർക്കും ഗ്രേസ് ട്രേഡിംഗ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഷെയർ മാർക്കറ്റ് എന്ന് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തു നിന്ന് ആരിൽ നിന്നെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പത്രത്തിൽ വായിക്കുകയോ ന്യൂസിൽ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതെന്താണ് ഈ സംഭവം എന്ന് നിങ്ങൾ അറിയാത്തവരാണ്. എന്നെ കേൾക്കുന്ന ചിലർ ഓൾറെഡി ഷെയർ ട്രേഡിങ്ങിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവരും ഷെയർ ട്രേഡ് നടത്തുന്നവരുമായിരിക്കും. അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇത് അറിയുന്ന ആളുകളാണെങ്കിലും അറിയാത്ത ആളുകളാണെങ്കിലും ഷെയർ മാർക്കറ്റിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഏതൊക്കെ തരത്തിലാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളാണ് ഷെയർ മാർക്കറ്റിലുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള വരുമാന മാർഗങ്ങളാണ് ഷെയർ മാർക്കറ്റിലുള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, സ്വിംഗ് ട്രേഡ്, അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലെ ബിസിനസ് അറിയുന്ന ഒരാളാണെങ്കിൽ ആരെയും ആശ്രയിക്കാതെ, മ്യൂച്വൽ ഫണ്ട് ഹൗസുകളെയോ പ്രത്യേകിച്ച് ബാങ്കുകളെയോ ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് SIP നടത്താനായിട്ട് സാധിക്കും. SIPയിൽ മറ്റ് SIPകളിൽ നിശ്ചിത മാസം തികച്ച് നമ്മൾ അടച്ചിരിക്കണം. അതിനു മുമ്പ് നമ്മൾ അത് ക്ലോസ് ചെയ്ത് മേടിച്ചാൽ ചെറിയ ചാർജോട് കൂടിയൊക്കെയാണ് ലഭിക്കുക. എന്നാൽ നമുക്ക് തന്നെ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നടത്തുകയും ചെയ്യാം. അതുപോലെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ തന്നെ സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് നടത്താം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ETF, അതുപോലെ നിഫ്റ്റി ബീസ്. അതുപോലെ ഷെയർ മാർക്കറ്റിലെ ഒരു വരുമാന മാർഗമാണ് ഡിവിഡൻഡ്. നമ്മൾ ചുറ്റുവട്ടത്തുള്ള പല ആളുകളുടെ കയ്യിലും ധാരാളം സ്റ്റോക്കുകൾ അവർ ട്രേഡിംഗ് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, മുമ്പ് പല വർഷങ്ങളിലായി മേടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ച് ഓരോ കമ്പനികളും ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യും. അവരുടെ ബാങ്കിലേക്ക് അത് ക്രെഡിറ്റായി വരുന്നുണ്ട്. നമ്മളിൽ പലർക്കും അത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഷെയറുകൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഡിവിഡൻഡ് ഒരു വലിയ വരുമാന മാർഗമാണ്. ഞാനിപ്പോൾ പ്രധാനമായും 8 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ അഥവാ വരുമാന മാർഗങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇത് മുഴുവനും ഓരോന്നും ദിവസങ്ങളെടുത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ ചെറിയൊരു വീഡിയോയിൽ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം മാത്രം അതിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഷെയർ മാർക്കറ്റിലെ ഏറ്റവും വലിയ നല്ല സാധ്യതയും അതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതി അഥവാ വരുമാന മാർഗമാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ളത്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മേടിക്കുകയും ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിറ്റ് നമ്മൾ അതിൻ്റെ ലാഭം എടുക്കുകയും ചെയ്യുന്ന രീതിക്കാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ തന്നെ അല്പം റിസ്ക് കൂടുതലുള്ളതാണെങ്കിലും നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം, ഓപ്ഷൻ ട്രേഡിംഗ് വളരെ വലിയ വരുമാനം പലരും ഏൺ ചെയ്യുന്ന ഒരു മേഖലയാണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇത് പഠിക്കണം. ഇന്ന് മൊബൈലൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് പഠനം വളരെ ഈസിയല്ലേ. ഓൺലൈനായി നിങ്ങൾക്കിത് പഠിക്കാനായിട്ട് സാധിക്കും. ഗ്രേസ് ട്രേഡിംഗ് അക്കാഡമി അതിനുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുന്നത്. നമ്മുടെ കയ്യിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന പൈസയോ അല്ലെങ്കിൽ കുറച്ചുള്ള പൈസയോ അതുപടി മുഴുവൻ ചിലവാക്കാതെ അതിൽ നിന്നൊരു വരുമാനം ജനറേറ്റ് ചെയ്ത് ആ വരുമാനം കൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ നടത്താൻ സാധിച്ചാൽ അതൊരു നല്ല കാര്യമല്ലേ. നിങ്ങൾക്കതിനു വേണ്ടി നിലവിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു മാർഗം ഒരു പക്ഷേ അറിയില്ലായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഇന്ന് നാം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു, നമുക്ക് ലാഭം ലഭിച്ചെങ്കിൽ അത് ഇന്ന് തന്നെ നമുക്ക് 3:15 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ആ 3:15 നമ്മളത് നമ്മൾക്ക് വേണ്ട പൈസ ബാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ ഇന്ന് തന്നെ 7 മണിയോടുകൂടി 7:30 നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്ന അത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള, മുമ്പൊക്കെ 3 ദിവസമൊക്കെ കഴിഞ്ഞായിരുന്നു ലഭിക്കുന്നത്, പിന്നെ 2 ദിവസമായി, പിന്നെ പിറ്റേ ദിവസമായി. ഇപ്പോൾ സെബി അത് ഇന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രേഡേഴ്സിൻ്റെ പൈസ ഇന്ന് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന രീതിയിൽ വരെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു അവസരം ഉണ്ടായിട്ട് നിങ്ങൾക്കിത് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അതുകൊണ്ട് ഇത് പഠിക്കാനുള്ള വലിയൊരു അവസരമുണ്ട്. ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞങ്ങൾ